ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹർഷ ഇന്ദ്രൻ്റെ മുന്നിൽ പൊട്ടിക്കറിയാണ്. ഇന്ദ്രൻ, നിൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ, പക്ഷേ ഞാൻ മരണപ്പെടുമെന്നൊരു തോന്നൽ. നിന്നിലോട്ടുള്ള പ്രണയം എനിക്ക് ദൃഢമാക്കാനുള്ളതാണ് നിൻ്റെ കുഞ്ഞ് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടവുമുണ്ട്, സന്തോഷവുമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിൻ്റെ കുഞ്ഞിനെ കാണാനുള്ള ആ ഭാഗ്യം എനിക്കില്ലാതാവുമോ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ്റെ കൈകൾ പിടിക്കുമ്പോൾ ഇന്ദ്രന് തന്നെ ഒരു ടെൻഷനാവണേട്ടാ. ഇന്ദ്ര, അനുവിന് നീ ആൺകുഞ്ഞിനെ കൊടുത്തു, അതുപോലെ തന്നെ എനിക്ക് നീ ഒരു പെൺകുഞ്ഞിനെ തരുമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതൊരു പെൺകുഞ്ഞായിരിക്കും. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. പക്ഷേ എൻ്റെ മരണം മുന്നിൽ കാണുന്നു. ഞാൻ മരിക്കുമെന്നൊരു പേടി എനിക്ക് തോന്നുന്നു. ഇന്ദ്ര, എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഹർഷ കരയുന്നത് കാണുമ്പോൾ ഉടനെ തന്നെ ഇന്ദ്രൻ്റെ ഒരു വെപ്രാളമൊക്കെ ആയിട്ടോ. അങ്ങനെ ഇന്ദ്രൻ്റെ കൈകൾ ഇങ്ങനെ പിടിച്ചു വലിച്ച്, ഇന്ദ്ര എനിക്ക് പേടിയാവുന്നു ഇന്ദ്ര, നീ എന്ന് പറയുമ്പോഴേക്കും ഇന്ദ്രൻ ഹർഷയോട് പറയണേ, നീ ടെൻഷനാവേണ്ട, ഇങ്ങനെയൊന്നും ടെൻഷനാവാനില്ല, കാരണം ഒരു പ്രസവം എടുത്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്താൻ കേട്ടോ. അപ്പോഴേക്കും ആരോ കഥക് തുറക്കുന്നു. അത് കേൾക്കുന്നതിനോട് കൂടി രണ്ടാളും പേടിയോട് കൂടി കയ്യങ്ങ് വിടുന്നു കേട്ടോ. ഈ സമയം ഇന്ദ്രൻ്റെ നെഞ്ചടിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. പിന്നീട് ഇന്ദ്രൻ്റെ മുഖത്തൊരു വെപ്രാളമാണ്. തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച രവിയായിരിക്കും. രവിയെ കാണുന്ന ഇന്ദ്രനെ ആകെ ഞെട്ടിപ്പോവാണ്. ഇതേ സമയം രവി ചോദിക്കുന്നതിന് മുന്നേ തന്നെ അമ്മ സാധനങ്ങൾ വാങ്ങാൻ പോയിരിക്കുകയാണ് എന്നങ്ങ് പറയാൻ കേട്ടോ. സിസ്റ്റർ വിളിച്ചിട്ട് പോയിരിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോൾ രവി പറയണേ, ഇന്ദ്രൻ എപ്പോഴാണ് വന്നത്? ഞാൻ കുറച്ച് നേരമായി, അമ്മ പുറത്തോട്ട് പോയി. എന്തായാലും ഇന്ദ്രൻ വന്നത് നന്നായി. ഈ ഹർഷയ്ക്ക് വല്ലാത്ത ടെൻഷനാണ്. ഹർഷയ്ക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഹർഷയ്ക്ക് അനുസരണമില്ല, എന്നാൽ നീ പറഞ്ഞാൽ അവൾ അനുസരിക്കും. അപ്പോൾ രവിയുടെ മുഖം ഒരു മാറി മറിയുന്നുണ്ട് കേട്ടോ. പക്ഷേ അപ്പോൾ ഇന്ദ്രനാണെങ്കിലോ ഒരു പേടിയോട് കൂടി നിൽക്കുകയാണ്. ഇതേ സമയം രവി ചോദിക്കുക, എന്തിനാ ഇന്ദ്രൻ നീ ഇങ്ങനെ പേടിക്കുന്നത്? അപ്പോൾ അത് കേട്ടോടുന്നതിന് ഒന്നുമില്ല, ഹർഷയുടെ ടെൻഷൻ കണ്ട്. അപ്പോൾ തന്നെ ഹർഷയെ നീ ഒന്ന് സമാധാനിപ്പിക്കുക ഇന്ദ്ര, കാരണം ഇവൾക്ക് നല്ല ടെൻഷനുണ്ട്. ഇപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെയാണ്. ഈ ഹർഷയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലും മാഷിനെയാണ് കാണിക്കുന്നത്. മാഷും രഘുവും അനുപമയൊക്കെ ഇരുന്ന് ഇങ്ങനെ കഞ്ഞി കുടിക്കുകയാണ്. ആ സമയം അവർ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിച്ച് ഇവിടെ കാര്യമായിട്ട് ഉച്ചത്തെ ഭക്ഷണം കിട്ടാഞ്ഞിട്ടായിരിക്കില്ലേ. അപ്പോഴേക്കും അനുപമ പറയുന്നത് ശരിയാണ്, അതുകൊണ്ട് തന്നെയാണ് അവർ മേടിച്ചത് അച്ഛാ, എന്തായാലും ദയ കഴിച്ചോട്ടെ. അത് കേൾക്കുന്ന രഘു പറയുന്നത് അതുകൊണ്ടൊന്നല്ല, അവർക്ക് ദേഷ്യവും വാശിയും ഒക്കെ തന്നെയാണ്. ഇവിടെ അമ്മാവനെ ഫേസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ദയക്കുണ്ടെന്ന് പറയണ്ട. അത് കേൾക്കുന്ന മാഷ് പറയണേ, എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ആ സമയം തന്നെ തീർത്തില്ലേ, ഇനിയിപ്പോൾ അവളത് വെച്ചും കൊണ്ട് മനസ്സിൽ നടക്കണേ, എനിക്ക് അവരോടും വിരോധമില്ല എന്ന് മാഷ് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയമാണെങ്കിലോ അനുഭവം പറയണ, അച്ഛാ അവർ പോവാത്തതിൻ്റെ കള്ളി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ പണയം വെക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം അറിയാനാണ് അവരിവിടെ നിൽക്കുന്നത്. അച്ഛൻ എന്ത് തീരുമാനിച്ചു, ഇനി പണയം വെക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതെന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് മാറ്റം വരുത്തില്ല. തീർച്ചയായും നാളെ ആളുകൾ ഇവിടെ വരും, ഈ സ്വർണ്ണങ്ങൾ പണയം വെക്കുന്നു പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് രഘു പറയണേ, അമ്മാവ ഞാനൊരു കാര്യം പറയട്ടെ, എന്നേക്കാൾ കൂടുതൽ ആവശ്യം വിനയനാണ് ഇപ്പോൾ പണം, എനിക്ക് വേണമെന്നില്ല. എന്തായാലും ഈ പണയം വെക്കണോ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് കേൾക്കുന്ന മാഷ് പറയുന്നത്, എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ വേണ്ടെന്ന് പറഞ്ഞാലും അമ്പിളി പിന്നീട് അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തന്നെ ചെയ്യണം. അപ്പോൾ ഉടൻ തന്നെ രഘു പറയണം, അതല്ല അമ്മാവ, ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ചിരുവിൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ വിനയന് ഒരു പണി വേണ്ടേ? അപ്പോൾ അത് കേട്ടോടെ തന്നെ അനുഭവം പറയണേ, എന്നാൽ ആ സ്വർണ്ണം വിറ്റ് രണ്ടുപേർക്കും പകുതിയാക്കിയാലോ? അപ്പോൾ രഘു പറയണത് നല്ല ഐഡിയാണ്, ആ സ്വർണ്ണം വിറ്റ് രണ്ടുപേർക്കും പകുതിയാക്കിയാലോ? അത് കേട്ടോടെ തന്നെ മാഷ് പറയണത് അതൊരിക്കലും നടക്കത്തില്ല. കാരണം എന്താണെന്നറിയോ, അത് നിങ്ങൾക്കാർക്കും ബിസിനസ് ചെയ്യാനുണ്ടാവില്ല, വിനയനും ഉണ്ടാവില്ല, നിനക്കും ഉണ്ടാവില്ല. അപ്പോൾ അതൊരാൾക്ക് കൊടുത്താൽ മതി. പിന്നെ ഒരു വഴിയുണ്ട്, മഞ്ചാടിക്ക് എടുത്തു വെച്ച 21 പവൻ അത് നിങ്ങൾക്ക് അങ്ങ് തരാം, അതും കൂടി ഇതിൽ ഉൾപ്പെട്ടാൽ രക്ഷപ്പെട്ടു എന്ന് പറയട്ടെ. അപ്പോൾ രഘു പറയണ അതാണ് നല്ലത്, എന്നാൽ ഇതിനൊരു തീരുമാനമായില്ല. അപ്പോൾ ഇത് കേട്ടിട്ട് മാഷ് പറയുന്നത്, ഇനി ഞാൻ എണീക്കട്ടെ പറഞ്ഞിട്ട് കൈയഴുകി പോകുമ്പോൾ രഘു പറയുന്നുണ്ട്, നാളെ അവർ വന്നു കഴിഞ്ഞാൽ അമ്മാവൻ ചോദിക്കുന്ന പണം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമാവും എന്നൊക്കെ ഇങ്ങനെ രഘു പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ദയ, വിനയൻ, ചീരു അവർ നല്ല ബിരിയാണി കഴിക്കണേ. അപ്പോൾ എങ്ങനെയുണ്ട് ദയ, ഇതാ ഈ അച്ചമ്പറ എടുത്തോ, ഈ മോര് എടുത്തോ, തൈര് എടുത്തോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം വിനയൻ നിൽക്കാതെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളിയല്ല? അടിപൊളി തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ദയ ചോദിക്കുക, എന്തായി വിനയേട്ട, തമ്പായിക്ക് വിളിച്ചോ? വിനയേട്ടൻ മറന്നു എന്ന് പറയുമ്പോൾ ഈ വിനയൻ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട ആ കാര്യം അത് ഭംഗിയായി ചെയ്യുന്നത് നിനക്കറിയില്ലേ, അത് ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു എന്നുള്ള സത്യവും കൂടി വെളിപ്പെടുത്താനായിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് വിനയനെ ഇത് പറയുമ്പോൾ ദയക്ക് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ തന്നെ ചിരുവിൻ്റെ മുഖത്ത് അപ്പോഴും ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ
ക്കുന്നത് ഇന്ദ്രനെയും അതുപോലെ ഇന്ദ്രൻ പോയിരിക്കുകയാണ്. ഹർഷയും സുശീലയും അതുപോലെ രവിയാണ്. രവി ചായ മേടിച്ചിട്ട് ഇതാ ഹർഷയും ചായ കുടിക്കുക, സുശീലാൻ്റെയും കൂടി കുടിക്കുന്ന നേരം വിളിത്തൊന്നും തന്നെ കഴിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ ഹർഷ എനിക്കൊന്നും വേണ്ട എന്ന് പറയണ്ട. അപ്പം അത് കേട്ട് ഉടനെ സുശീല പറയണേ എന്താ ഹർഷനിൻ്റെ മുഖത്ത് വല്ലാത്ത ടെൻഷനാണ്, നീ വല്ലാതെ അങ്ങ് ആയിരിക്കുന്നു, വിളറി വെളുത്തിരിക്കുന്നു, ഈ ഒറ്റ ദിവസം കൊണ്ട് നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഇതൊന്നും ഇത്ര കാര്യമുള്ള കാര്യമല്ല. അപ്പോൾ ഉടനെ രവി പറയണേ ഇവൾക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ഹർഷ പറയണേ എനിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷൻ തോന്നുന്നു, എനിക്കൊരു പേടി തോന്നുന്നു, എന്തൊക്കെയോ സംഭവിക്കാനുള്ളതുപോലെ എന്നോട് ആരോ ഇരുന്ന് എൻ്റെ മനസ്സിൽ പറയുന്നു. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ എന്താ നീ ഇങ്ങനെ പറയുന്നതെന്ന് രവി ചോദിക്കട്ടെ. എൻ്റെ കുഞ്ഞിനാണെങ്കിൽ ഇപ്പോൾ ഇളക്കവുമില്ല എന്ന് പറയണേ. ഇത് കേൾക്കുന്ന രവി കുഞ്ഞിന് ഇളക്കമില്ലെന്നോ, എന്നാൽ ഞാൻ വേഗം പോട്ടെ, ഞാൻ പെട്ടെന്ന് ചെന്ന് കാര്യങ്ങൾ ഡോക്ടറോട് പറയട്ടെ. അത് കേൾക്കുന്ന സുശീല പറയണേ അതൊന്നും വേണ്ട, ഡോക്ടറോട് കാര്യങ്ങളൊന്നും പറയാൻ പോണ്ട, സാധാരണ ഒരു ഗർഭാവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, എത്രയോ കേസുകൾ അവരെടുക്കുന്നതാണ്, അവർ ഈ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അവർ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ, നിന്നെ വന്ന് പരിശോധിക്കുന്നത് ഡോക്ടറല്ലേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യില്ല. അപ്പോൾ രവി പറയുന്നത് ഇന്ന് തന്നെ സർജറി കഴിയുകയാണെങ്കിൽ എനിക്ക് ടെൻഷൻ ഒഴിവായിരുന്നു, ഹർഷയുടെ ഈ മുഖവും കാണേണ്ടിയിരുന്നില്ലേ, കുഞ്ഞിനെ എൻ്റെ കൈ കിട്ടിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ എന്തായാലും അവർ വരും, അവർ വന്നിട്ട് ഇതൊക്കെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും, സാധാരണ ഇതൊന്നും പേടിക്കേണ്ട. അപ്പോൾ ഹർഷയുടെ ടെൻഷൻ എന്ന് രവി പറഞ്ഞുകൊടുത്തന്നെ സാധാരണ ഒരു ഗർഭിണി പെണ്ണ് ലേബർ റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഹോസ്പിറ്റൽ പടി ചവിട്ടുമ്പോഴേ തന്നെ ടെൻഷൻ കൂടും, പേടി വരും, മരണം വരുമോ എന്നൊക്കെയുള്ള ആ ടെൻഷനുകൾ ഉണ്ടാവുന്നതാണ് എന്നിങ്ങനെ സുശീല പറയേണ്ടത്. ഇതൊക്കെ കേട്ട് ഹർഷനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ആ സമയം ഇങ്ങനെ രവി പറയണ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയായിരുന്നെങ്കിൽ, പേടിക്കാനില്ല എന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു ഗർഭിണി പെണ്ണിനുണ്ടാവുന്നത്, ഞാനൊരു അമ്മയല്ലേ, ഞാനും ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ രഘുവിനെയാണ് കാണിക്കുന്നത്. രഘു പുറത്തെടുക്കുമ്പോൾ അവിടോട്ട് വിനയം വരികയാണ്. അപ്പോൾ വിനയനോട് ചോദിക്കുകയാണ്, വിനയം പറയണേ എന്തായാലും നാളെ പണയം വെക്കുന്നുണ്ട് അമ്മാവനെ, അല്ല ഇന്ന് പണയം വെക്കുന്നുണ്ട്, അമ്മാവനെ എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ പണയം വെക്കുന്നുണ്ട് വിനയ, നീ എന്തായാലും അമ്മാവനെ കണ്ടിട്ട് പോയാൽ മതി, അപ്പോൾ എന്നേക്കാൾ കൂടുതൽ ആവശ്യം നിനക്കാണല്ലോ, നിനക്കല്ലേ 3 പെൺകുഞ്ഞുങ്ങൾ, എനിക്കാകെ ഒന്നല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ നിനക്ക് ജനിക്കാൻ പോകുന്നതും പെൺകുഞ്ഞാണെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നിനക്കല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോലിക്ക് ആവശ്യം, ഞാൻ മാവനോട് അക്കാര്യത്തെക്കുറിച്ച് അനുഭവം ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇനിയും ചോദിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായോ, എനിക്ക് വീട്ടിൽ രക്ഷപ്പെടുന്നത് സന്തോഷമുള്ളൊക്കെ എന്ന് കുത്തിയും കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് രഘു പറയുന്നത് നിൻ്റെ കാര്യം അമ്മാവനോട് സംസാരിച്ചിട്ടുണ്ട്, നാളെ നീ എന്തായാലും അമ്മാവനെ കണ്ടെത്തി നാളെ പോയാൽ മതി, കാരണം അമ്മാവൻ നിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനം എടുക്കുന്നുണ്ട്, മഞ്ചാടിക്ക് എടുത്ത് വെച്ച സ്വർണം കൂടിയും പണയം വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പറയുമ്പോൾ വിനയനെ കമ്മിളി പറ്റിയിട്ടോ, ഈശ്വരൻ എന്ത് വിഡിത്തമാണ്, എന്ത് പൊട്ടത്തരമാണ് താൻ കാണിച്ചത്, ഇനിയിപ്പോൾ തമ്പായുടെ വരവും മുടക്കണം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ചോദിക്കുക നീ എന്താ വിനയ എത്ര ആലോചിക്കുന്നത്, ഒന്നുമില്ല എനിക്ക് എന്നിങ്ങനെ ചോദിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പിറ്റേ ദിവസം രാവിലെ ആവുന്നൊരു സീനാണ്. അമ്പിളി കിച്ചണിലോട്ട് കയറുമ്പോൾ വല്ലാത്തൊരു സ്മെല്ല്, അത് അമ്പിളിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ അമ്പിളി ദേഷ്യത്തോടു കൂടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ആ സമയം എന്താ ഇവിടെ ഒരു സ്മെല്ല്, ഇതെൻ്റെ കിച്ചണിൻ്റെ എന്താ ഇങ്ങനെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കിച്ചണിൽ ആ ടേബിളിൽ കാണുന്ന ഇറച്ചിയുടെ വേസ്റ്റ് കിടക്കുന്ന കേട്ടോ. ഇത് കാണുന്ന അമ്പിളിക്ക് അങ്ങ് ദേഷ്യം വിടണം. അങ്ങനെ അമ്പിളി ഇത് തിന്ന വേസ്റ്റ് വൃത്തിയാക്കാൻ വയ്യാത്തവരോ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് കൊടുക്കുമ്പോൾ അനുപമ എന്താ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. നീയും ഇവിടെ വന്ന് കിച്ചണിൽ വല്ലാത്തൊരു സ്മെല്ല് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ഉടനെ അനുപമ പറയണത് ഇത് ഇവർ കഴിച്ച ഭക്ഷണമാണ്, എന്നാൽ അവർക്കത് വൃത്തിയാക്കാൻ കഴിയില്ല, എൻ്റെ കിച്ചൺ ഇങ്ങനെയൊന്നും കൊണ്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ എത്രമാത്രം വൃത്തിയിലും വെടുപ്പിലും സൂക്ഷിക്കുന്ന ഈ കിച്ചണാണ്, ഇവരിതിങ്ങനെ ചെയ്തെങ്കിലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുപമ പറയണേ ഇനിയിപ്പോൾ ഇവിടെ ഒരു വഴക്ക് വേണ്ട, ഞാൻ തന്നെ വൃത്തിയായിക്കോളാം, അതൊന്നും വേണ്ട, നീ വൃത്തിയാക്കണ്ട, ഇതെന്തായാലും ചെയ്തവർ തന്നെ ഇത് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും വെച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അനുപമ പറയുന്നത് വേണ്ട എന്ന് പറയുമ്പോൾ നീ മാറിക്കടി എന്ന് പറഞ്ഞിട്ട് അനുപമയെ തള്ളിയിട്ടിട്ട് നേരെ ദയുടെയും ചിരുവിൻ്റെയും റൂമിലോട്ട് പോവാണ്. എവിടെ എന്ന് പറയുമ്പോഴേക്കും ദയ നല്ല ഉറക്കാണ്. അപ്പോൾ എന്താ വിളിച്ചേച്ചെന്ന് ചിരി ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ കിച്ചൺ ഞാൻ നല്ല വൃത്തിയും വെടുപ്പിലും കൊണ്ടുനടക്കുന്ന കിച്ചണാണ്, അത് ആകെ അലങ്കോലമാക്കി ഇട്ടിരിക്കുന്നു, അതങ്ങനെ വെറുതെ വിടില്ല. അത് കേൾക്കുന്ന ചിരി പറയാണ് ദയ ഇന്നലെ വേസ്റ്റ് കൊണ്ടുപോയിടാൻ വന്നിരുന്നു, അവൾ കൊണ്ടുപോയിട്ടില്ലേ, എങ്കിൽ ഞാൻ വൃത്തിയായിക്കോളാം, നീ ഇവിടെ നിൽക്കടി, നീ ഗർഭിണിയാണ്, നീ വൈകാത്ത സമയത്ത് നീ ഇപ്പോൾ വൃത്തിയാക്കാൻ പോവാണ്, നീ ഉറങ്ങിക്കിടക്കുന്ന ഇവൾ എണീക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണടച്ച് കിടക്കണം കേട്ടോ, മര്യാദക്ക് നീക്കടി. അപ്പോൾ അമ്പിളി ചേച്ചി ഞാനൊന്നും ഉറങ്ങിയാൽ എന്താ കുഴപ്പം, നീ അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല, നീ കഴിച്ച വേസ്റ്റ് നീ തന്നെ വൃത്തിയാക്കണം. അപ്പോൾ ദയ പറയുന്നുണ്ട് ഞാൻ ഒറ്റക്കല്ലല്ലോ കഴിച്ചത്. അപ്പോൾ ചീര് പറയണത് ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട, അമ്പിളി ചേച്ചി ഞാൻ തന്നെ വൃത്തിയാക്കാൻ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് കടക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നീ ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞു, ഇവിടെ ഉറക്കത്തിൽ നിന്ന് എണിപ്പിക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെക്ക് വെള്ളം എടുത്തിട്ട് ദയുടെ മുഖത്തോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് അമ്പിളിക്ക് നല്ല
കിടുക്കനായിട്ട് ദൈവം നിന്ന് കിട്ടുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ അടിയായത് കൊണ്ട് തന്നെ അമ്പിളി ആകെ തകർന്നു പോകും കേട്ടോ.